അപകട ഭീഷണി ഉയർത്തുകയാണ് പിണ്ടിമന പഞ്ചായത്ത് 4-ാം വാർഡിൽ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ചെമ്മീൻകുത്തിന് സമീപമുള്ള കാലഹരണപ്പെട്ട പാലം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് PWD നിർമ്മിച്ച പാലം എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. എന്നാൽ പാലം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവാദിത്തം അധികാര കേന്ദ്രങ്ങൾ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന പാലം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒറ്റനോട്ടത്തിൽ പ്രശ്നമൊന്നും തന്നെ തോന്നുകയില്ല. ശാന്തമായി ഒഴുകുന്ന തോടും പരിസരവും. എന്നാൽ നിരവധി പേരെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ കാരണമായേക്കാവുന്ന ആപത്താണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ഇതാണ് വള്ളോപ്പള്ളി തോട്. കിളികൊല്ലിയിൽ നിന്നും ആരംഭിച്ച പിണ്ടിമന പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ പെരിയാർവാലി ഹൈലെവൽ കനാലിന്റെ അടിയിൽ കൂടെ, അതായത് കനാലിൽ ഒഴുകുന്ന വെള്ളത്തിന്റെയും അടിയിൽ കൂടെ ഒഴുകി പിന്നീട് കുരൂർ തോടായി രൂപാന്തരം പ്രാപിക്കുന്ന തോട്. തോടിന് മുകളിൽ കൂടി 70 കാലഘട്ടങ്ങളിൽ PWD നിർമ്മിച്ച ഒരു പാലമുണ്ട്. ഇന്ന് ആ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഹൈലെവൽ കനാൽ നിർമ്മിക്കുന്നതിന് മുൻപ് ഇതുവഴിയായിരുന്നു ചേലാടിനെയും മുത്തംകുഴിയെയും ബന്ധിപ്പിക്കുന്ന റോഡ് കടന്നുപോയിരുന്നത്. മേൽപ്പറഞ്ഞ റോഡ് ഇപ്പോൾ ഉപയോഗശൂന്യമായി. എന്നാൽ പാലം അവിടെ തന്നെ നിലനിന്നു. എന്നാൽ ഇന്ന് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ പാലം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ഇവിടെ കുളിക്കാനും മറ്റുമായി എത്തുക പതിവാണ്. ഈ സമയത്താണ് പാലം പൊളിഞ്ഞു വീഴുന്നത് എങ്കിൽ വലിയൊരു അപകടത്തിന് തന്നെ ഇത് കാരണമാകും. മാത്രമല്ല, പാലം പൊളിഞ്ഞു വീണാൽ തോട്ടിലെ ജലനിരപ്പ് ഉയർന്ന് നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാകും. പാലം പൊളിച്ചു നീക്കണമെന്ന് പിണ്ടിമന പഞ്ചായത്തിലും പെരിയാർവാലി ഓഫീസിലും PWD ഓഫീസിലും ജനങ്ങൾ പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇത് PWDയുടെ അധീനതയിലുള്ളതാണ്. ഞങ്ങൾ പല തവണയും അങ്ങ് PWD ഇതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിലുള്ളവർ പലരും ഇതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പെരിയാർവാലിക്ക് പരാതി കൊടുത്തു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പക്ഷേ ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന് ഒരുപാട് വീടുകൾ ഇതിൻ്റെ താമസ സ്ഥലം ഇവിടെയുണ്ട്. ആ താമസ സ്ഥലത്തുള്ളവർക്കൊക്കെ തങ്ങി കുളിക്കാനും, വേനൽക്കാണെങ്കിൽ പ്രത്യേകിച്ച് വേനൽക്കും വർഷത്തിലാണെങ്കിലും അവർക്ക് വീടുകളിൽ കുളിക്കുന്നതിന് പകരം അവർ ഇവിടെ വന്നാണ് കുളിക്കാനായിട്ട് വരുന്നത്. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് തങ്ങി അവർ കുളിക്കുന്നത്, തുണി അലക്കുന്നതും കുളിക്കുന്നതും. വളരെ ഭയങ്കരമായ ഭീഷണിയുള്ള ഒരു സ്ഥലമാണ്. ഇതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം. തീർച്ചയായും ഇത് ഭയങ്കര അപകടാവസ്ഥയിലാണ് ഈ പാലം നിൽക്കുന്നത്. ഈ ഒരു പാലം എങ്ങാനും ഇടിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം ആനോട്ടപാറ മുതൽ മാലിപ്പാറ കിളിയൂട്ടി ആ ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ അണ്ടർടണ്ണർ പാസ് ചെയ്തിട്ടാണ് ചേലാട് തോടായിട്ട് വെട്ടുവെറ്റ തോടിലേക്ക് ആയിട്ട് മാറി പോകുന്നത്. ഈ വെട്ടുവെറ്റ തോടിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാം നമുക്കിവിടെ. ഇത് പാലം എങ്ങാനും ഇടിഞ്ഞാടി അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം ഫുള്ള് വെള്ളത്തിലാവും. ഇത് വേറെ ഈ വെള്ളം പോകാൻ പാകത്തിന് വേറൊരു വഴിയും നമുക്ക് ഈ ഒരു പ്രദേശത്തില്ല. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അധികാര കേന്ദ്രങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. മാത്രമല്ല, പാലം തകരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പെരിയാർവാലി പ്രധാന കനാലിനും ദോഷം ചെയ്യും. ഇക്കാരണം കൊണ്ട് തന്നെ പാലം തകർന്നാൽ ഉണ്ടാകുന്ന അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അധികാരികൾക്ക് തന്നെയായിരിക്കുമെന്നാണ് നാട്ടുകാരും പറയുന്നത്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാലം എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.